നിലവിലുള്ള മത്സരാർത്ഥികളിൽ അവിടെ ടോപ്പ് 5 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് 6ഓ 7ഓ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ തികച്ചും എത്തുമെന്ന് ഉറപ്പിച്ച മത്സരാർത്ഥികളാണ് അർജുനും ശ്രീതുവും. എന്തായാലും ഇനി ഒരു നെക്സ്റ്റ് വീക്ക് എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് ഇവർ രണ്ടുപേരും കുറവാണ്. ഇവർ രണ്ടുപേർക്കും പകരമായി അവിടെ വീക്കായിട്ട് നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട്, വോട്ട് കുറവുള്ളവരുണ്ട്. അവരാണ് പുറത്തു പോകാനായിട്ട് നിലവിൽ സാഹചര്യം നമ്മൾ കാണുന്നത്, നിലവിലെ വോട്ടിംഗ് ബേസിസ് അനുസരിച്ച്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അർജുനും ശ്രീതുവും ഒരുമിച്ച് ടോപ്പ് 7ലോ ടോപ്പ് 6ലോ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മത്സരാർത്ഥികൾക്കും എനിക്ക് തോന്നുന്നു അത് ഗുണമല്ല ദോഷമാണ് ചെയ്യുക എന്ന്. അവരിൽ ഒരാളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ആ ടോപ്പ് 5ലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കത് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ടോപ്പ് 6ഓ ടോപ്പ് 5ലോ വന്നു കഴിഞ്ഞാൽ അവരുടെ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ്. നമുക്കറിയാം സീസൺ 1 പേളിയും ശ്രീനീഷും തമ്മിലുള്ള ആ പേളിഷ് കോംബോ, രണ്ടുപേരും ടോപ്പ് 5ൽ വന്ന മത്സരാർത്ഥികളാണ്. രണ്ടുപേരും ഒരുമിച്ച് ടോപ്പ് 5ൽ വന്നതുകൊണ്ടാണ് അവിടെ പേളിക്ക് ജയിക്കാൻ സാധിക്കാതെ പോയത്. അവിടെ വോട്ട് സ്പ്ലിറ്റിംഗ് നടന്നു, പേളിക്ക് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നു. ഇവിടെ അർജുനും ശ്രീതുവും ഒരുമിച്ച് അതുപോലെ തന്നെ അവിടെ ടോപ്പ് 5ലേക്കോ 6ലേക്കോ എങ്ങനെ വന്നാലും അവിടെ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കുമെന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സീസണിലേതുപോലെ തന്നെ ഏകദേശം അത്രയ്ക്ക് തന്നെ ശ്രീജുൻ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാൻ സപ്പോർട്ട് രണ്ടുപേർക്കുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ടോപ്പ് 5ൽ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെയാണ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് രണ്ടുപേർക്കായിട്ട് അവിടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ലാസ്റ്റ് ആവുകയും ചെയ്യും. തുടക്കത്തിലേക്ക് അർജുന് എത്താനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അവിടെ വോട്ട് സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അർജുൻ അവിടെ പിന്തള്ളപ്പെടും എന്നുള്ള കാര്യം ഷുവറാണ്. ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കി എല്ലാവരും കരുതുന്നത് ശ്രീധുവിനെയാണ് വോട്ട് കൂടുതൽ, അർജുന് കുറവാണ് എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ അർജുന നന്നായി വോട്ട് ഉണ്ടെന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേർക്കും അവരുടേതായ ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ നിലവിൽ രണ്ടുപേർക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാൻ ബേസും ഉണ്ട്. അവർ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചാൽ മാത്രമേ അവിടെ ആ ഒരാൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ രണ്ടുപേർക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും വിജയ സാധ്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അത് അർജുനെയും നെഗറ്റീവായി ബാധിക്കുന്നു, ശ്രീധുവിനെയും നെഗറ്റീവായി ബാധിക്കുന്നു. അർജുൻ ഫാൻസ് പറയുന്നത് അർജുനാണ് ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് ഉള്ളത്. പക്ഷേ ഈ ശ്രീജുൻ ഫാൻസ് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അർജുന്റെ വോട്ട് വിഹിതം കുറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അർജുന് മുന്നോട്ട് വരാനുള്ള സാധ്യതകളാണ് ഇവിടെ മങ്ങുന്നത്. രണ്ടുപേരും അവിടെ ടോപ്പ് 5ലോ ടോപ്പ് 6ലൊക്കെ വന്നേക്കാം. പക്ഷെ രണ്ടുപേരും അവസാന മത്സരാർത്ഥികളായിട്ട് അവിടെ നിന്ന് പോകാനാണ് സാധ്യത. ഇവിടെ രണ്ടുപേരും അവിടെ വരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും സ്പ്ലിറ്റിംഗ് നടന്ന് രണ്ടുപേരും ഇല്ലാതാവുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നത്.